കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സ്ഥാപിക്കാനുള്ള ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള കൊടിമര ഘോഷയാത്ര വ്യാഴാഴ്ച നടക്കും. രാവിലെ 10:30-നും 11:30-നും ഇടയ്ക്ക് കുറ്റാനശ്ശേരി ചോലത്തൊടിയിൽ ചിലമ്പൻകുട്ടിയുടെ വളപ്പിൽ തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി TK ശങ്കർദാസ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷമാണ് മരം മുറിക്കുക. ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര രാത്രി 7 മണിയോടെ ക്ഷേത്രത്തിലെത്തും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന കുടുംബങ്ങൾ, വിവിധ കുതിര, കാള, ആന, പൂരക്കമ്മിറ്റികൾ, ഭക്തജനങ്ങൾ എന്നിവർ വഴിയോരങ്ങളിലും ക്ഷേത്ര മൈതാനിയിലും സ്വീകരണം നൽകും. പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തേക്ക് കൊടിമരത്തെ മാറ്റും. എണ്ണത്തോണിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ആരംഭിക്കുമെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാമകൃഷ്ണൻ മല്ലത്ത്, അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, PK പ്രസാദ്, മേൽശാന്തി TK ശങ്കർദാസ് നമ്പൂതിരി, നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ MK നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി ജയദേവൻ ചൊക്കത്ത് എന്നിവർ അറിയിച്ചു. ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, കൊടിമരം, തിടപ്പള്ളി, പ്രദക്ഷിണ വഴി, ചുറ്റുമതിൽ, ക്ഷേത്രമുറ്റം, ഓഫീസ് സമുച്ചയം എന്നിവയാണ് നവീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീ ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണവുമായി ബന്ധപ്പെട്ട് നാളെ കൊടിമര ഘോഷയാത്ര നടക്കുകയാണ്. ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യ സംരംഭമാണ് നടക്കുന്നതെന്ന് ശ്രീ രാമകൃഷ്ണൻ പറയുകയുണ്ടായി. അതിൻ്റെ മുന്നോടി എന്നുള്ള രീതിയിൽ ഇപ്പോൾ എന്തിനാണ് ഈ നവീകരണം എന്നുള്ളത് ഒരു ഒട്ടേറെ സന്ദേഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം. ആ സന്ദേഹങ്ങൾ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. കാരണം എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാലേ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ആദ്യം അതിനെക്കുറിച്ച് പറയാം. ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് വർഷകാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ശ്രീകോവിലിൻ്റെ അടിയിൽ കൂടി ധാരാളം ഉറവ് വെള്ളം ഒഴുകിയെത്തുന്നു. അതുപോലെ അഷ്ടബന്ധത്തിന് മങ്ങലേറ്റിരിക്കുന്നു. ആ അഷ്ടബന്ധം ഇല്ലാതായി തന്നെ തീർന്നിട്ടുണ്ട്. ബിംബത്തിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഭിത്തിയായിട്ടുള്ള മരം, അതിന് കേടുപാടുകൾ സംഭവിച്ചു. മാത്രമല്ല ശ്രീകോവിലിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ചോർച്ചയായിട്ടും വീഴുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊടിമരം എന്ന് പറയുന്നത് കൊടി ഉയർത്തുന്ന സമയത്ത് കൊടിമരത്തിന് ആട്ടം സംഭവിക്കുന്നുണ്ട്, ആടുന്നുണ്ട്. അപ്പോൾ കൊടിമരവും നമുക്ക് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ശ്രീകോവിലും കൊടിമരവും ഒക്കെ നമുക്ക് മാറ്റിപ്പണിയേണ്ട ഒരാവശ്യം ആണ്. ഏകദേശം ഈ ശ്രീകോവിലിന് മാത്രമായിട്ട് 1,60,00,000 രൂപയുടെ പദ്ധതിയാണ് നമ്മുടെ മുമ്പിലുള്ളത്.